ഗൾഫ് രാജ്യങ്ങൾ നൽകിയ ഉറപ്പുകൾ ലംഘിച്ച് ഇറാൻ നടത്തിയ മിസൈൽ വർഷം പശ്ചിമേഷ്യയിലെ നയതന്ത്ര സമവാക്യങ്ങളെ അടിമുടി മാറ്റുന്നു. അമേരിക്കൻ ആക്രമണത്തിന് തങ്ങളുടെ വ്യോമപാത തുറന്നുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾക്ക് ഒമാൻ മധ്യസ്ഥത ഏറ്റെടുക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ വാക്ക് പാലിച്ചുവെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിത നീക്കം മേഖലയെ ഞെട്ടിച്ചു. അമേരിക്കയ്ക്കുള്ള ആദ്യ തിരിച്ചടി എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും തന്ത്രപ്രധാന മേഖലകളിലേക്കും ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടതോടെ ഇറാനെ പിന്തുണച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളുടെ നയതന്ത്ര നിലപാടിൽ മാറ്റം വരികയാണ്. ഇതോടെ ഇറാനെ ഒറ്റപ്പെടുത്തുക എന്ന അമേരിക്കൻ തന്ത്രം വിജയിച്ചതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ പ്രായോഗികം ഗൾഫിലെ US സേനാ താവളങ്ങളെ ലക്ഷ്യം വെക്കുന്നതാണെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. ഗൾഫ് മേഖലയെ സംഘർഷ ഭൂമിയാക്കി മാറ്റി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ലക്ഷ്യം. എന്നാൽ മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയായ സൗദി അറേബ്യയ്ക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായതോടെ ഇറാന്റെ പക്കൽ നിന്ന് ഇനിയൊരു മര്യാദ ഗൾഫ് രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇസ്രായേൽ തങ്ങളുടെ 200 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ പടിഞ്ഞാറൻ മധ്യഭാഗങ്ങളിൽ നടത്തിയ ആക്രമണം ചരിത്രത്തിലെ ഏറ്റവും വലുതാണെന്ന് അവകാശപ്പെടുന്നു. ഈ പ്രത്യാക്രമണത്തിന് ഗൾഫ് രാജ്യങ്ങളുടെ മണ്ണ് ഉപയോഗിച്ചില്ലെങ്കിലും ഇറാന്റെ മിസൈൽ വർഷം ഏറ്റുവാങ്ങേണ്ടി വന്നത് അറബ് രാഷ്ട്രങ്ങളാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ ഇസ്രായേൽ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ച് ആശങ്ക രേഖപ്പെടുത്തി. US-നും ഇസ്രായേലിനും മേഖലയിലുള്ള എല്ലാ സേനാ താവളങ്ങളും ആസ്തികളും ലക്ഷ്യമിടുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി UN രക്ഷാസമിതിയെ അറിയിച്ചിട്ടുണ്ട്. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കുമെന്നാണ് ഇറാന്റെ വാദമെങ്കിലും തങ്ങളെ ചതിച്ച ഇറാന്റെ നിലപാടിനോട് ഗൾഫ് രാജ്യങ്ങൾ ഇനി വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് വ്യക്തമാണ്. ഈ നയതന്ത്ര വിള്ളൽ അമേരിക്കയ്ക്ക് മേഖലയിൽ കൂടുതൽ സ്വാധീനം നൽകുകയും ഇറാന്റെ ഒറ്റപ്പെടൽ പൂർണ്ണമാക്കുകയും ചെയ്യും.